വിഭാഗീയത രൂക്ഷമായ വയനാട് CPM-ൽ മത്സരത്തിലൂടെ നേതൃമാറ്റം. പി ഗഗാറിനെ തോൽപ്പിച്ച ഡിവൈഎഫ്ഐ നേതാവ് കെ റഫീഖ് ജില്ലാ സെക്രട്ടറിയായി. റഫീഖിന് 16 വോട്ടും ഗഗാറിന് 11 വോട്ടുമാണ് ലഭിച്ചത്. ജില്ലാ സെക്രട്ടറി സ്ഥാനത്തേക്ക് മത്സരം നടന്നുവെന്ന വാർത്ത നേതാക്കൾ നിഷേധിക്കുകയാണ്. ഒറ്റക്കെട്ടായിട്ടാണ് റഫീഖിനെ തെരഞ്ഞെടുത്തത് എന്നായിരുന്നു നേതാക്കളുടെ പ്രതികരണം. കമ്മ്യൂണിസ്റ്റ് പാർട്ടി മാർക്സിസ്റ്റിൻ്റെ പുതിയ സഖാക്കൾ വരൂ, ജില്ലാ കമ്മിറ്റിയിൽ വരൂ, പുതിയ സെക്രട്ടറിമാർ വരൂ, പഴയ സെക്രട്ടറിമാർ വേറെ ചുമതല ഏറ്റെടുത്ത് വർക്ക് ചെയ്യും. അങ്ങനെയല്ലേ? ഐക്യകണ്ഠേന എല്ലാ നടപടികളും പൂർത്തീകരിച്ച് നിശ്ചയിച്ച സമയത്തിന് മുൻപ് തന്നെ സമ്മേളനം വളരെ ആവേശത്തോടു കൂടി പിരിഞ്ഞിരിക്കുകയാണ്. അതുകൊണ്ട് ഇവിടെ എല്ലാം ഐക്യകണ്ഠേനയാണ് നടപടികളെല്ലാം പൂർത്തീകരിച്ചിട്ടുള്ളത്. ഇപ്പോൾ ഗഗാറിനെ തുടരണമെന്നില്ല. 3 ടേം എന്ന് പറഞ്ഞാൽ 3 ടേം പൂർത്തിയാക്കിക്കൊള്ളണമെന്നില്ല. ചിലപ്പോൾ ഒരു ടേം കഴിയുമ്പോൾ തന്നെ മാറാം. ഇതിപ്പോൾ റഫീഖ് ചെറുപ്പക്കാരനാണ്, ഡിവൈഎഫ്ഐയുടെ ജില്ലാ സെക്രട്ടറിയാണ്, വളർന്നു വരണ്ടേ ചെറുപ്പക്കാർ. ഞങ്ങൾക്ക് ഞങ്ങളുടേതായ സമ്മേളനത്തിൻ്റെ ചില നടപടിക്രമങ്ങളൊക്കെ ഉണ്ട്. ആ നടപടിക്രമങ്ങൾക്കനുസരിച്ച് റഫീഖ് ഐക്യകണ്ഠേന തിരഞ്ഞെടുക്കപ്പെടുകയാണ് ഉണ്ടായത്. പാർട്ടിയുടെ പുതിയ ജില്ലാ കമ്മിറ്റിയെ 27 അംഗങ്ങളടങ്ങുന്ന പാർട്ടി ജില്ലാ കമ്മിറ്റിയെ ഐക്യകണ്ഠേനയാണ് തിരഞ്ഞെടുത്തത്. അതേപോലെ തന്നെ പാർട്ടിയുടെ പുതിയ ജില്ലാ സെക്രട്ടറിയായി നമ്മുടെ ജില്ലയിലെ യുവജന രംഗത്ത് വളരെ നേതൃത്വപരമായ പങ്കുവഹിച്ചുകൊണ്ട് ചൂരൽമല ദുരന്തവുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഡിവൈഎഫ്ഐയുടെ നേതൃത്വത്തിലുള്ള യൂത്ത് ബ്രിഗേഡിന് നേതൃത്വം നൽകിക്കൊണ്ട് പ്രവർത്തിച്ച സഖാവ് റഫീഖിനെ പാർട്ടിയുടെ പുതിയ ജില്ലാ സെക്രട്ടറിയായി ഐക്യകണ്ഠേന തിരഞ്ഞെടുക്കപ്പെടുകയും ചെയ്തിട്ടുണ്ട്. ഞാൻ ആഗ്രഹിച്ച് സെക്രട്ടറി ആവുക, ഞാൻ ആഗ്രഹിച്ച് ഒഴിവാവുക എന്ന് പറയുന്നതല്ല കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ സംഘടനാ രീതി. കമ്മിറ്റിക്കകത്ത് ചർച്ച ചെയ്ത് ഉണ്ടാക്കുന്ന പൊതു തീരുമാനത്തിൻ്റെ ഭാഗമായിട്ടാണ് നിൽക്കുക. ദീപക് മോഹൻ വിവരങ്ങളുമായി. ദീപക്, ഇപ്പോൾ ഡിവൈഎഫ്ഐയുടെ നിലവിലെ ജില്ലാ സെക്രട്ടറി ഇപ്പോൾ CPM ജില്ലാ സെക്രട്ടറിയായി മാറുന്നു. 35-ാം വയസ്സിൽ ഒരു ചെറുപ്പക്കാരന് അവസരം എന്ന രീതിയിലാണ് PK ശ്രീമതി അതിനെ വിശേഷിപ്പിക്കുന്നത്. പക്ഷേ ഗഗാറിന് ഒരു ടേം കൂടി ബാക്കിയുള്ളപ്പോഴാണ് ഈ മാറ്റം എന്നുള്ളതും ഒരു വസ്തുതയാണല്ലോ. അപ്പോൾ വയനാട്ടിൽ ഗഗാറിന് പ്രതികൂലമായ ചില ഘടകങ്ങളുണ്ടായിരുന്നു പാർട്ടിയിൽ. അതെന്തൊക്കെയാണ്? സ്മൃതി, ഇതുമായി ബന്ധപ്പെട്ട ഇന്നിപ്പോൾ 36 വയസ്സുള്ള നിലവിൽ ഡിവൈഎഫ്ഐ ജില്ലാ സെക്രട്ടറിയായ കെ റഫീഖിനെയാണ് CPM ജില്ലാ സെക്രട്ടറിയായി തിരഞ്ഞെടുത്തിരിക്കുന്നത്. റഫീഖിനെ സംബന്ധിച്ചിടത്തോളം സജീവമായി തന്നെ പല കാര്യങ്ങളിലും വയനാട്ടിൽ ഇടപെട്ടിരുന്ന കാര്യം നമുക്കറിയാം. മാത്രമല്ല ഈ കഴിഞ്ഞ പ്രളയത്തിനാണെങ്കിലും അതിനുശേഷമുള്ള ഉരുൾപൊട്ടലിനാണെങ്കിലൊക്കെ ഡിവൈഎഫ്ഐയുടെയും യൂത്ത് ബ്രിഗേഡിൻ്റെയും ഒക്കെ ഭാഗത്തു നിന്ന് വലിയ തോതിൽ സജീവമായ സന്നദ്ധ പ്രവർത്തനങ്ങൾക്കൊക്കെ റഫീഖിൻ്റെ നേതൃത്വത്തിലായിരുന്നു നടന്നിരുന്നത്. നമ്മളൊക്കെ അതിന് സാക്ഷിയാണ്. മാത്രമല്ല 2 തവണയാണ് ഈ കഴിഞ്ഞ ജില്ലാ സെക്രട്ടറിയായ പി ഗഗാറിൻ തിരഞ്ഞെടുത്തത്. അദ്ദേഹത്തിന് ഒരു ടേം കൂടി ബാക്കിയുണ്ട്. പക്ഷേ വയനാട് ജില്ലയിൽ പലയിടങ്ങളിലും ഈ പി ഗഗാറിനെതിരെയുള്ള ഒരു പടനീക്കം ഒരുക്കിയിരുന്നു. മാത്രമല്ല വിഭാഗീയത ജില്ലയിൽ പുൽപ്പള്ളി, മാനന്തവാടി തുടങ്ങിയ ഇടങ്ങളിലൊക്കെ വലിയ തോതിൽ വിഭാഗീയതയുണ്ട്. ആ വിഭാഗീയത പരിഹരിച്ച് മുന്നോട്ട് ഏകോപിപ്പിച്ചുകൊണ്ട് പാർട്ടിയെ മുന്നോട്ട് കൊണ്ടുപോകാൻ ഗഗാറിന് കഴിഞ്ഞില്ല എന്നുള്ള രീതിയിലൊരു വിലയിരുത്തൽ ഇന്നുണ്ടായിട്ടുണ്ട്. ഈ വയനാട് ജില്ലാ സമ്മേളനം സുൽത്താൻ ബത്തേരിയിൽ ഇന്നും ഇന്നലെയും മെനഞ്ഞാന്നുമായി നടക്കുകയായിരുന്നു. അതിനിടയിലാണ് ഇന്നിപ്പോൾ ജില്ലാ സെക്രട്ടറിയായി ഈ കെ റഫീഖ് എത്തുന്നത്. റഫീഖിനെ സംബന്ധിച്ചിടത്തോളം സജീവ രാഷ്ട്രീയത്തിലൂടെ SFI സജീവ രാഷ്ട്രീയത്തിലൂടെ കടന്നു വന്നയാളാണ്. SFIയുടെ ജില്ലാ പ്രസിഡന്റ്, ജില്ലാ സെക്രട്ടറി, ഒപ്പം സംസ്ഥാന സെക്രട്ടേറിയറ്റ് അംഗം തുടങ്ങിയ മേഖലകളിലൊക്കെ അദ്ദേഹം സജീവമായി പ്രവർത്തിച്ചിരുന്നു. പിന്നീടാണ് ഡിവൈഎഫ്ഐയിലേക്ക് വന്നതും ഡിവൈഎഫ്ഐ അദ്ദേഹത്തിൻ്റെ കാലഘട്ടത്തിലാണ് വയനാട്ടിൽ കൂടുതൽ കരുത്താർജിച്ചിരുന്ന രീതിയിലേക്ക് പ്രവർത്തനങ്ങൾ മുന്നോട്ട് കൊണ്ടുപോയതും. ഇതെല്ലാം തന്നെ പാർട്ടി നേതൃത്വം വിലയിരുത്തി. മാത്രമല്ല ഇനി വരും കാലങ്ങളിൽ യുവത്വത്തിൻ്റെ മുഖം എന്നുള്ള രീതിയിൽ, ഒരു യുവ പ്രതീക്ഷ എന്നുള്ള രീതിയിൽ റഫീഖിനെ ഉയർത്തിക്കാട്ടുക, അതുവഴി കൂടുതൽ ആളുകളെ പാർട്ടിയിലേക്ക് ആകർഷിക്കുക, പാർട്ടിയുടെ പ്രവർത്തനങ്ങൾ കൂടുതൽ മെച്ചപ്പെടുത്തുക, അതിനുവേണ്ടി റഫീഖിനെ ഉപയോഗിക്കുക എന്നുള്ള രീതിയിലാണ് ഇപ്പോൾ കെ റഫീഖിനെ ജില്ലാ സെക്രട്ടറിയായി ഇപ്പോൾ തെരഞ്ഞെടുത്തിട്ടുള്ളത്. സ്മൃതി.